പാലക്കാട്ടെ വിമത കൺവെൻഷനിൽ പങ്കെടുത്ത് നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചതിന് പിന്നാലെ പി.കെ. ശശി CPIM-ൽ നിന്നും പുറത്തായി. പി.കെ. ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള CPIM സംസ്ഥാന സമിതിയുടെ തീരുമാനം പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പ്രഖ്യാപിക്കുകയായിരുന്നു. ഇന്ന് പാലക്കാട് വിമത കൺവെൻഷനിൽ പങ്കെടുത്ത് CPIM-ന്റെ നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് പി.കെ. ശശി നടത്തിയത്. ജനകീയരായ നേതാക്കൾ ഇരുന്ന കസേരയിലാണ് ഒരു സ്പിരിറ്റ് കച്ചവടക്കാരൻ ഇരിക്കുന്നത്. അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യണ്ടേ? ഞങ്ങൾ കാത്തിരുന്നു. ഒരു പരാതി കൊടുത്താൽ ആ പരാതിയിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നല്ലേ പ്രതീക്ഷിക്കേണ്ടത്? അങ്ങനെയല്ലേ സ്വാഭാവികമായും ചെയ്യേണ്ടത്? നടന്നോ? എത്ര പരാതി കൊടുത്തു? തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പി.കെ. ശശി തെളിയിച്ചാൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്ന് EN സുരേഷ് ബാബു പറഞ്ഞു. നിലവിൽ ഇപ്പോൾ പി.കെ. ശശിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. പി.കെ. ശശി എനിക്കെതിരെ പറഞ്ഞൊരു ആരോപണം നിങ്ങളിപ്പോൾ ഇവിടെ ആവർത്തിച്ചല്ലോ. എന്തെങ്കിലും അത്തരത്തിലൊരു കാര്യം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. എന്നാൽ പി.കെ. ശശി അതിന് തയ്യാറാവുമോ? ഞങ്ങൾ അന്വേഷിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ. പി.കെ. ശശി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ നടപടിയെടുക്കുക, തിരിച്ചു വരിക, നടപടിയെടുക്കുക, തിരുത്തി പറഞ്ഞ് തിരിച്ചു വരിക, ഇതായിരുന്നല്ലോ. ഇങ്ങനെ ഒരാൾ പാലക്കാട് ജില്ലയിലില്ല. അത് SFI കാലം മുതൽ അങ്ങനെയാണ്. പാർട്ടിയുമായി ബന്ധം അവസാനിച്ചുവെന്ന് പി.കെ. ശശിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഷാരിഖ് നവാസ് പാലക്കാട് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ഷാരിഖ്, 2 ആഴ്ച മുൻപ് പോലും പി.കെ. ശശി നടത്തിയ പ്രതികരണത്തിൽ അതിൽ വ്യക്തമാക്കിയത് പാർട്ടിയുമായി അത്തരത്തിൽ പ്രശ്നങ്ങളില്ല, പാർട്ടിയിൽ നിന്നും പോകുന്നില്ല, ഞാൻ ഇപ്പോഴും പാർട്ടി അംഗമാണ് എന്ന് പറയുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ചും സപ്പോർട്ട് ചെയ്തും പിതൃസ്ഥാനിയാണെന്നൊക്കെ പറയുന്ന പി.കെ. ശശി നമ്മൾ 2 ആഴ്ച മുമ്പിൽ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ എല്ലാം മാറി. ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് താനില്ല എന്ന് പറയുന്നു, വിമത കൺവെൻഷനിൽ പങ്കെടുക്കുന്നു. പാർട്ടിയുടെ നേതൃത്വത്തിനെതിരെ വലിയ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം പ്രത്യേകിച്ചും പാലക്കാട് ജില്ലാ സെക്രട്ടറിക്കെതിരെയാണ് നടത്തിയിരിക്കുന്നത്. അതിൽ ഇനിയിപ്പോൾ മറ്റ് അറിയാനുള്ള കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ പി.കെ. ശശി വിമതർക്ക് വേണ്ടി മത്സരിക്കുമോ എന്നുള്ളതാണ്. ഷാരിഖ്, പ്രജിൻ, തീർച്ചയായും പി.കെ. ശശി ഒറ്റപ്പാലം മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി എത്തുമെന്ന് തന്നെയാണ് സൂചനകൾ ലഭിക്കുന്നത്. കാരണം പി.കെ. ശശി അത്തരത്തിൽ അത് വാർത്താ സമ്മേളനത്തിനിടെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അത്തരത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് പി.കെ. ശശി പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസ് നേതാക്കളിൽ നിന്നും UDF നേതാക്കളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം ഒറ്റപ്പാലം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി പി.കെ. ശശി മത്സരിക്കുമെന്ന് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുമായി അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നേതാക്കളുമായും എല്ലാം പി.കെ. ശശി ചർച്ച നടത്തിക്കഴിഞ്ഞു. മുസ്ലിം ലീഗിന് പി.കെ. ശശി മത്സരിക്കുന്നതിൽ എതിർപ്പില്ല. അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾക്കും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കും പി.കെ. ശശി മത്സരിക്കുന്നത് എതിർപ്പില്ല എന്നുള്ള സൂചനകളടക്കം വരുന്നുണ്ട്. അതായത് ഒറ്റപ്പാലം മണ്ഡലത്തിൽ ഈ പാലക്കാട് ജില്ലയിലെ മാർക്സിസ്റ്റ് കൂട്ടായ്മയുടെ ഭാഗമായി ഒറ്റപ്പാലം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി പി.കെ. ശശി മത്സരിക്കും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. 40 വർഷത്തെ CPIM-ന്റെ ബന്ധം ഉപേക്ഷിച്ചാണ് പി.കെ. ശശി ഇന്ന് രാവിലെ നടന്ന ജില്ലാ വിമത കൺവെൻഷനിൽ പങ്കെടുത്ത് പ്രസംഗിച്ചത്. ജില്ലാ നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. അതിൽ പ്രധാനമായും CPIM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെ എതിരെ പേരെടുത്ത് തന്നെയാണ് അതിരൂക്ഷമായ വിമർശനങ്ങളും അതുപോലെ തന്നെ ഗുരുതര ആരോപണങ്ങളും ഉന്നയിച്ചത്. കള്ള് കച്ചവടക്കാരൻ അല്ലെങ്കിൽ സ്പിരിറ്റ് കച്ചവടക്കാരൻ എന്ന് തന്നെ എടുത്തു പറഞ്ഞാണ് EN സുരേഷ് ബാബുവിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചത്. EN സുരേഷ് ബാബു സ്പിരിറ്റ് കച്ചവടക്കാരനായി EN സുരേഷ് ബാബു പാർട്ടിയിൽ നിന്ന് പുറത്തായാൽ മാത്രമേ പാലക്കാട്ടെ CPM രക്ഷപ്പെടുകയുള്ളൂ. പാലക്കാട്ടെ CPM ഇപ്പോൾ ജനാധിപത്യമില്ലാത്ത ഒരു പാർട്ടിയായി മാറി. ഉൾപാർട്ടി ജനാധിപത്യമൊക്കെ പേരിന് മാത്രമായി അത്തരത്തിൽ അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചത്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TM ശശിക്കെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. അതുപോലെ DYFന്റെ യൂത്ത് സെന്ററും DYFയുടെ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് ഉൾപ്പെടെ എന്നിവർക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു. DYFI യൂത്ത് സെന്റർ കഞ്ചാവിന്റെയും കള്ളിന്റെയും കേന്ദ്രമായി മാറി. DYFI സെക്രട്ടറിയും പ്രസിഡന്റും കഞ്ചാവ് വിതരണത്തിന്റെ ആളുകളായി മാറി. അതുപോലെ തന്നെ SFIയുടെ മുൻ നേതാവായിരുന്ന PM ആർഷോക്കെതിരെയും പി.കെ. ശശി ആരോപണങ്ങൾ ഉന്നയിച്ചു. PM ആർഷോയുടെ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട, പാർട്ടിയിൽ കുറേ കാലങ്ങളായി പ്രവർത്തിക്കുന്ന ആളാണ് താൻ എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പി.കെ. ശശി പറയുകയുണ്ടായി. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ്, CPM ജില്ലാ കമ്മിറ്റി അംഗം, ഒടുവിൽ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ട പി.കെ. ശശി വർഷങ്ങളുടെ ബന്ധമാണ് CPM-ൽ നിന്ന് ഉപേക്ഷിച്ച് ഒരു വിമത കൺവെൻഷന്റെയും അതുപോലെ തന്നെ പാലക്കാട്ടെ വിമത കൂട്ടായ്മയുടെയും ഭാഗമായത്. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ്
റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.